പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ആര് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പേരുകൾ പലതും വന്നു. ഇന്നാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം കിട്ടിയത്. അതിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. സന്തോഷത്തോടെയാണ് ഞാൻ സണ്ണി ജോസഫിൻ്റെ ഈ സ്ഥാനമാനത്തെ ഞാൻ അംഗീകരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സണ്ണി ജോസഫ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട് ഈ മുഹൂർത്തം, ഈ സമയം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കോൺഗ്രസ് ഇവിടെ ഉണ്ടാവും, ഇന്ത്യ രാജ്യത്തും കോൺഗ്രസ് ഉണ്ടാവും, കണ്ണൂരിലും കോൺഗ്രസ് ഉണ്ടാവും. അതിനെ കരുത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന പ്രവർത്തനത്തിന് സണ്ണി ജോസഫിൻ്റെ കഴിവും പ്രാപ്തിയും നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഇല്ല 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 നിങ്ങൾ പത്രക്കാർ പറഞ്ഞതേ നിങ്ങൾ എഴുതാവൂ, പറഞ്ഞതേ നിങ്ങൾ പറയാവൂ. ഞാൻ അങ്ങനെ ഒരു വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി, എൻ്റെ നേതാവാണ് ഖാർഗെജി. എനിക്കറിയാം അവരന്ന് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് അവരുടെ ഭാവവും അവരുടെ തീരുമാനവും എനിക്കറിയാം. ഞാൻ അങ്ങനെ ഒരു വിവരക്കേട് പറയുന്നവനല്ല എന്നറിയാലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്തണം നിങ്ങളത്. പിന്നെന്താ, അംഗീകരിക്കണ്ടേ? പാർട്ടി തരുന്ന സാധനം ഏതായാലും എടുക്കുക, പാർട്ടി തരാത്ത സാധനം വിടുക. അതല്ലേ നമ്മളൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടിക്കാരൻ. അത് ഒരാളോടല്ല ചോദിച്ചത്. അത് കേരളത്തിലെ ഒരുപാട് നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഈ പേര് സെലക്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ നേരത്തെ നമ്മൾ ഇന്നലെയെല്ലാം കേട്ടത് ആരാ കേട്ടത്? അത് നിങ്ങളുണ്ടാക്കിയ പേര്. അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. പുതിയ പ്രസിഡന്റ് വരേണ്ട സ്ഥാനം എന്താ ഉണ്ടായത്? സാഹചര്യം പുതിയ ഒരു ടീം വരുന്നു, അത്ര തന്നെ. 4 വർഷമായില്ലേ ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്നത്. 4 വർഷം ഇരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു മടുപ്പ് വരൂല്ലേ? എനിക്ക് വന്നിട്ടൊന്നുമില്ല. എന്നാൽ എല്ലാം മാറ്റിയല്ലോ. അത് നല്ലതല്ലേ? പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഒരു നല്ലൊരു പുതിയ ടീമിനെ ഇറക്കിയിട്ട് ആവേശത്തോടെ അവർ അതിന്റെ മുമ്പിൽ ചാടി പോവില്ലേ? ഇത്രയും വർഷം നിന്ന ഒരു മടുപ്പ് നമുക്കെല്ലാം ഉണ്ടാവില്ലേ? ആ മടുപ്പില്ലാത്തൊരു ഇലക്ഷൻ വർക്ക് നടക്കാൻ പോവുകയല്ലേ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ.